പുതിയതായിട്ട് വരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് കിട്ടിയിരിക്കുന്ന ജനപ്രിയ സിനിമ എന്നുള്ള അംഗീകാരം അത് 2023 വരെ ഡിസംബർ വരെയുള്ള സിനിമകൾക്ക് മാത്രം ഉള്ളതാണ് എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. സാറ് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ വളരെ പെട്ടെന്നാണ് കുറച്ച് സമയം മുമ്പാണ് ഞാനും ഈ ഒരു ആരോപണത്തിനെ കേട്ടത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെയല്ലേ എന്നുള്ളതാണ്, അത് ശരിയാണല്ലോ എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. കാരണം സിനിമ ജനപ്രിയമാകുന്നത് ആ കാലഘട്ടത്തിൽ അവാർഡ് നിർണ്ണയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അല്ല എന്നുള്ളതെന്ന് വെച്ചാൽ സിനിമ ഇറങ്ങിയത് ഈ വർഷം 2024 മാർച്ചിലാണ് ഇറങ്ങിയത്. ബൈജു ആണ് ആരോപണം നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നത്. ആരോപണമല്ല, ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ തീരുമാനമെടുക്കേണ്ടത് അക്കാഡമിയും സർക്കാരും ജൂറിയും ഒക്കെയാണ്. അതിൻ്റെ മറുപടി എൻ്റെ ഭാഗത്തുനിന്നല്ല ഉണ്ടാവേണ്ടി. അത് അവർ ചെയ്യട്ടെ. കാരണം അത് ടെക്നിക്കലി അത് പറയുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അത്തരത്തിലത് പരിഗണിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നമ്മളെ ഏത് രീതിയിൽ അങ്ങനെ നമ്മളിത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 9 അവാർഡുള്ളൊരു അല്ലെങ്കിൽ 9 8 അവാർഡുകൾ, ഇൻഡിവിജ്വൽ 8 അവാർഡുകളുള്ളൊരു സിനിമ അല്ല ഏറ്റവും നല്ല സിനിമ. അതിൻ്റെ എന്താണ് പരിഗണിക്കുന്നത് സിനിമയ്ക്ക് എന്നുള്ളത് അത് ഡിഫൈൻ ചെയ്യേണ്ടത് ജൂറിയാണ്. 2005 എനിക്ക് തന്മാത്രയ്ക്ക് ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല തിരക്കഥാകൃത്ത്, ഏറ്റവും നല്ല സിനിമ, ഏറ്റവും നല്ല നടൻ ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും നല്ല നടനും ഉണ്ടായിരുന്ന, അല്ല ഡയറക്ടർ, സ്ക്രിപ്റ്റ്, നടൻ ഉണ്ടായിരുന്ന ആ സിനിമ തന്നെയായിരുന്നു ഏറ്റവും നല്ല സിനിമയും. ഓരോ ജൂറിയാണ് തീരുമാനിക്കേണ്ടത്. ജൂറിയാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അക്കാഡമിയാണ് മറുപടി പറയേണ്ടത്. ബൈജു കൊട്ടാരക്കരയാണ് ഈ വിവാദം നടത്തിയിരിക്കുന്നത് അല്ലേ? അതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിലാണ് ഞാനത് കണ്ടത്. ചിലപ്പം അതിന് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നും എനിക്കറിയത്തില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രതികരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളല്ലോ, അവാർഡ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതാണേലും നമ്മളതിനെ ആ സമയത്ത് അഡ്രസ്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ.